ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഏപ്രിൽ 30 വിശുദ്ധ 5 പിയൂസ് മാർപ്പാപ്പയുടെ തിരുനാൾ. ബോസ്കോയിൽ കുലീനമായ കുടുംബത്തിൽ 1504 ജനുവരി 27 മൈക്കിൾ ഗിസ്ലിയരി ഭാവിയിലെ 5 പിയൂസ് മാർപ്പാപ്പ ജനിച്ചു. ഡൊമിനിക്കൻ സന്യാസികളുടെ കീഴിൽ വ്യാകരണം പഠിച്ച മൈക്കിൾ 15 വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ഇതര നോവിസുമാരെ അപേക്ഷിച്ച് ബ്രദർ കൂടുതൽ എളിമയും അടക്കവും ആശാനിഗ്രഹവും പാലിച്ചിരുന്നു. 36 വയസ്സിൽ മൈക്കിൾ പുരോഹിതനായി. 16 വർഷം വിദ്യാർത്ഥികളെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ചു. 1556 സൂത്രി രൂപതയുടെ മെത്രാനായി ഉയർത്തപ്പെട്ടു. പിറ്റേ വർഷം കർദിനാളുമാക്കി. 13 വയസ്സുള്ള ഫെർഡിനൻഡ് രാജകുമാരനെ കർദിനാളാക്കാൻ 4 പിയൂസ് മാർപ്പാപ്പ ആലോചിച്ചപ്പോഴും 2 മാക്സിമിലിയൻ ചക്രവർത്തി പ്രൊട്ടസ്റ്റന്റുകാരോട് യോജിച്ചു പോകാൻ പുരോഹിത വിവാഹം ശുപാർശ ചെയ്തപ്പോഴും കർദിനാൾ സംഘത്തിൽ നിന്ന് ശക്തിയായി എതിർത്തത് കാർഡിനൽ മൈക്കിൾ തന്നെയാണ്. 1566 ജനുവരി 7 കാർഡിനൽ മൈക്കിൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുകയും 5 പിയൂസ് മാർപ്പാപ്പ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. മാതാവിനോടുള്ള ഭക്തി കാരണം ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എന്ന വാക്യം ദൈവമാതാവിൻ്റെ ലുത്തിനിയയിൽ ചേർക്കുകയും ചെയ്തു. കഠിനമായ അധ്വാനവും പ്രായച്ചിത്തങ്ങളും നിമിത്തം ക്ഷീണിതനായ മാർപ്പാപ്പ 1572 മെയ് 1 ദിവംഗതനായി. 1712 മെയ് 22 ക്ലെമന്റ് 11 അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ 5 പിയൂസ് മാർപ്പാപ്പെ, ക്രിസ്ത്യാനികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.